ഹലോ, ഈ പൂക്കൾ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും മാറ്റി നടണതിൻ്റെ വീഡിയോ ആണ് ഇന്നുള്ളത്. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള തണ്ടുകളാണ് നോക്കി മുറിക്കണത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കട്ട് ചെയ്യണത്. എല്ലാ തണ്ടും ഞാൻ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലാണ് നമ്മൾ കട്ട് ചെയ്യുന്ന തണ്ടിൽ നിന്നൊക്കെ പുതിയ പുതിയ മുളകൾ വരുള്ളൂ എന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടതാട്ടോ. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള തണ്ടുകൾ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൽ പഴുത്ത ഇലകളൊക്കെ ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ 2-3 ചട്ടികളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മുടെ ഈ ചെടികൾ നടുന്നുണ്ട്. ഈ ചട്ടി നിറച്ചത് വെറും മണ്ണും കുറച്ച് ചാണകപ്പൊടി മാത്രം വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ വേറൊരു വളവും ഞാനതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് ചെടിയൊക്കെ വളർന്നു കഴിഞ്ഞ് നമുക്ക് വളങ്ങളിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അടുപ്പിച്ചിട്ട് തണ്ടുകൾ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കാരണം വേറെ ഒന്നുമല്ല, നല്ലോണം വളർന്നു കഴിയുമ്പോൾ നല്ലൊരു ബുഷ് പോലെ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ കുറേ പൂക്കളാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാമെന്ന് വിചാരിച്ച് ഞാൻ അടുപ്പിച്ചിട്ട് നട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള വേറൊരു കളറാണ് കേട്ടോ. ഇതിൽ 2 കളറുണ്ട്. അത് രണ്ടും ഞാൻ മാറ്റി നടുന്നുണ്ട് കേട്ടോ. ഈ ചെടി നല്ലോണം വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ച് നല്ല പൂക്കളുള്ള തണ്ടുകൾ മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നമുക്കൊരു പുതിയൊരു ചട്ടിയിൽ നടാനുള്ള കുറേ തണ്ടുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആരോഗ്യമില്ലാത്ത ചെടികളും കൂടി, ചെടിയുടെ തണ്ടും കൂടി ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അതും ഞാൻ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ ചെടി അത്ര നന്നായിട്ട് വളർന്നിട്ടില്ല. ഇത് മണ്ണിൽ വയ്ക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. കുറച്ച് പരിപാടികളൊക്കെ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിലുള്ള വേറൊരു കളറാണ്. ഇത് ഉണ്ടായി വരുന്നുള്ളൂ. ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്കത് ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാട്ടോ വേറെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുള്ളൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ചെടികളുടെ ആരോഗ്യനിലയാണ്. അല്ലെങ്കിൽ ചെടിയിലൊക്കെ പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ചെടിയാണിത്. ഇതിൽ പിന്നെ തണ്ടുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവില്ല. അത്രയും നല്ല ഭംഗിയിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും കുറച്ചൊക്കെ വൃത്തിയാക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളറും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം വളർന്നു വരുമ്പോൾ നമുക്കത് മാറ്റി നടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ആരോഗ്യം കുറഞ്ഞ ചെടികൾ പറഞ്ഞില്ല അവരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാൻ